ഹലോ, നാളെയാണ് നമ്മുടെ എക്സാമിനേഷൻ അല്ലേ. സോ നമ്മുടെ സുവോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല കുറച്ച് ഫിഗേഴ്സ് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതലും അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കുന്ന ഫിഗേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ കൂടുതൽ ഫിഗേഴ്സ്, അതായത് എക്സാമ്പിൾ വെച്ചിട്ടുള്ള ഫിഗേഴ്സ് ഉണ്ട്. അത് നാളെ നമുക്ക് മോർണിംഗ് ബൂസ്റ്ററിൽ പറഞ്ഞു തരാം. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഫ്രീക്വന്റ് ആയിട്ട് എക്സാമിനേഷൻ ചോദിക്കുന്നതുമായിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് നോക്കിയാലോ. ദ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിമെട്രി കാണിക്കുന്ന ഫിഗർ ആണ്. നമുക്ക് മുകളിലെ ഫിഗർ നോക്കുമ്പോൾ തന്നെ അറിയാം, നടുക്ക് കൂടി ഏത് പ്ലെയിനിലൂടെ ഡിവൈഡ് ചെയ്താലും ഈക്വൽ ഹാഫ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഈ ഡിവിഷനെ നമ്മൾ വിളിക്കുന്ന പേര് റേഡിയൽ സിമെട്രി എന്നാണ്. സോ ദിസ് ഈസ് റേഡിയൽ സിമെട്രി. രണ്ടാമത് നോക്കിയേ, ഒരു ക്രാബിനെ നമുക്ക് ഇങ്ങനെ ഒരു ഒറ്റ പ്ലെയിനിലൂടെ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ, രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് നമ്മളെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നത് പോലെ. സോ ദിസ് ഈസ് കോൾഡ് ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രി. സോ രണ്ട് സിമെട്രിയും പഠിച്ചു വെച്ചിരിക്കുക, റേഡിയലും ബൈലാറ്ററലും. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ജേം ലെയേഴ്സ് കാണിക്കുന്നത്. ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനും ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനും. ഈ ആദ്യം തന്നിരിക്കുന്നതാണ് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ. അവിടെ രണ്ട് ലെയേഴ്സേ ഉള്ളൂ, എക്ടോഡേമും എൻഡോഡേമും. പകരം നടുക്ക് ഒരു ലെയർ ഉണ്ട്, അതിന്റെ പേര് മീസോഗ്ലിയ എന്നാണ്. മീസോഡേം എന്ന് എഴുതി വെക്കരുത്. രണ്ടാമത്തെ 3 ലെയേഴ്സ് വരുന്നതാണ് രണ്ടാമത്തെ ഫിഗർ. ദാറ്റ് ഈസ് ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ. ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനിൽ 3 ജേം ലെയേഴ്സ് ആണുള്ളത്, എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം. ഈ മീസോഡേമും കൂടി വന്നാൽ മാത്രമേ ട്രിപ്ലോബ്ലാസ്റ്റിക് ജീവികളാകത്തുള്ളൂ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫിഗർ, ഈ മീസോഡേമിന്റെ ഇടയിൽ ഒരു സ്പേസ് വരും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോഡി ക്യാവിറ്റി. ആ ബോഡി ക്യാവിറ്റി വരുന്നതിന്റെ അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റിയുടെ മറ്റൊരു പേരാണ് സീലോം. ആ സീലോം ഉള്ള ഈ ഫിഗർ ആണ് സീലോമേറ്റ്സിന്റെ ഫിഗർ. ദിസ് ഈസ് എ ഫിഗർ ഓഫ് സീലോമേറ്റ്സ്. ഈ സീലോമേറ്റ്സ് ഇല്ലാത്തവരാണ് താഴെ തന്നിരിക്കുന്നത്. ദിസ് ഈസ് എ സീലോമേറ്റ്. ഇനി ഈ കാണിച്ചിരിക്കുന്നതാണ് സ്യൂഡോ സീലോമേറ്റ്. അവിടെ നമ്മുടെ മീസോഡം കുറെ റൗണ്ടഡ് പൗച്ചസ് പോലെ സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് അവിടെ കിടക്കും. നമുക്ക് ഇങ്ങനെ കാണാം, കണ്ടോ, 1 2 3 4 അങ്ങനെ പൗച്ചുകളായിട്ട് കിടക്കും. ഇതാണ് സ്യൂഡോ സീലോമേറ്റ്സ്. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണുള്ളത്: സീലോമേറ്റ്സ്, എസ് സീലോമേറ്റ് ആൻഡ് സ്യൂഡോസീലോമേറ്റ്സ്. മറക്കരുത്, ഫിഗർ വെച്ച് ചോദിക്കും കേട്ടോ ഇത് എക്സാമിന്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗർ ആണ് നമ്മുടെ പോളിപ്പ് ആൻഡ് മെഡൂസ എന്ന് പറയുന്ന സീലൻട്രേറ്റഡ് 2 ബോഡി ഫോംസ്. സോ ഇതാണ് മെഡൂസ ആൻഡ് ദിസ് ഇസ് പോളിപ്പ്. മെഡൂസ എന്ന് പറയുന്നത് അംബ്രല്ല ഷേപ്ഡ് ആണ്. ഓർത്തിരിക്കാൻ നല്ല എളുപ്പമാണ്. മെഡൂസ എന്ന് പറയുന്നത് എം, കണ്ടോ, എം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കിയാൽ മതി, അപ്പോൾ അത് മെഡൂസയായി. കണ്ടോ, അപ്പോൾ മെഡൂസ എം എന്ന് എഴുതുമ്പോൾ ഒന്ന് വളച്ചു കൊടുത്താൽ മതി, അതാണ് മെഡൂസ ഫോം. അടുത്ത പോളിപ്പ് എന്ന് പറയുന്നത് പി എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ സിലിണ്ടർ പോലെ നിൽക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സിലിണ്ടറിക്കൽ ഫോം ആയിട്ടുള്ള പോളിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പോളിപ്പ് സിലിണ്ടറിക്കൽ ഫോം ആണ്, അതുപോലെ മെഡൂസ അംബ്രല്ല ഷേപ്ഡ് ആണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ എക്സാമിന് ചോദിക്കും. അപ്പൊ മറക്കണ്ട, 2 ടൈപ്സ് ഓഫ് ബോഡി ഫോംസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കാണിക്കുന്നതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗർ ആണ് നമ്മുടെ നിഡോബ്ലാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. സോ ഇതാണ് നിഡോബ്ലാസ്റ്റ് സെൽസ്. നിഡോബ്ലാസ്റ്റ് സെൽസ് ആരുടെ പ്രത്യേകതയാണ്? സീലൻട്രേറ്റഡ് പ്രത്യേകതയാണ്. ഈ നിഡോബ്ലാസ്റ്റ് സെൽസ് എന്തിനാ ഉപയോഗിക്കുന്നത്? ക്യാപ്ചറിംഗ് ദി പ്രേ, ഇര പിടിക്കാൻ, അതുപോലെ തന്നെ ഡിഫൻസ്, അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനു യൂസ് ചെയ്യും? എവിടെയെങ്കിലും ഒരിടത്ത് പറ്റി പിടിച്ചിരിക്കാൻ, ആങ്കറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ആണ് നമ്മുടെ നിഡോബ്ലാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ ഹെമികോർഡേറ്റയുടെ ഒരു എക്സാമ്പിൾ ആണ് ബലാനോഗ്ലോസസ്. അതിന്റെ 3 ബോഡി പാർട്സ് കാണിക്കുന്ന, അതായത് പ്രൊബോസിസ്, കോളാർ, ട്രങ്ക്, ഇങ്ങനെ 3 പാർട്സ് കാണിക്കുന്ന ഒരു ഫിഗർ ഉണ്ട്. അത് നോക്കി വെക്കണം. അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫിഗർ ആണ് നമ്മുടെ കോർഡേറ്റ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഈ ഒരു ഫിഗർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ഫിഗറിൽ പെട്ടതാണ്, അടയാളപ്പെടുത്താൻ ചോദിക്കും. ഏറ്റവും മുകളിലുള്ളതാണ് നെർവ് കോഡ്, തൊട്ട് താഴെ ഇരിക്കുന്നതാണ് നോട്ടോ കോഡ്, സൈഡിലായി കാണപ്പെടുന്നതാണ് പെയർഡ് ഫെറിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്, ലാസ്റ്റതാണ് പോസ്റ്റ് ഏനൽ ടെയിൽ. ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരാളെ നമുക്ക് കോഡേറ്റ എന്ന് വിളിക്കാൻ സാധിക്കൂ. സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗർ ആണ്, ലേബൽ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗർ ആണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ്. ഫ്രോഗിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗമാണ് ടെസ്റ്റിസ്. ആ ടെസ്റ്റിസ് എവിടെ ഇരിക്കുന്നത്? നമുക്കൊക്കെ ആണെങ്കിൽ ബോഡിക്ക് പുറത്താണല്ലേ, ഇവർക്ക് കിഡ്നിയുടെ മുകളിലായിട്ട് ഇരിക്കുന്നത് ഈ സാധനമാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ടെസ്റ്റിസ്. ടെസ്റ്റിസിന് ഇങ്ങനെ സ്പൈക്ക് ഒക്കെ അടിച്ചിരിപ്പുണ്ട്. അത് വേറെ ഒന്നുമില്ല, ഫാറ്റ് ബോഡീസ് ആണ്. ടെസ്റ്റിസിന്റെ സൈഡിലായിട്ടാണ്, അതായത് ടെസ്റ്റിസ് ഇരിക്കുന്നത് കിഡ്നിയുടെ മുകളിലാണ്. സോ ദിസ് ഈസ് ദ കിഡ്നി. കിഡ്നിയുടെ സൈഡിലായിട്ട് ഇവിടെ നീല കളർ ചാല് പോലെ നിങ്ങൾ കാണുന്നില്ലേ, അതാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ കിഡ്നിയിൽ നമ്മുടെ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സീമനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്
നമുക്ക് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ കുറെ ഡക്റ്റുകൾ നമുക്ക് ഇങ്ങനെ കാണാം. ഇതാണ് വാസ് എഫറൻഷ്യ എന്ന് പറയുന്ന ഡക്റ്റ്. ഈ വാസ് എഫറൻഷ്യ പിന്നീട് യൂറിൻ കൊണ്ടുപോകുന്ന ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്യും. അതാണ് യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് ആയിട്ട് മാറുന്നത്. ഈ യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് എവിടെ വന്ന് ജോയിൻ ചെയ്യും? അത് നമ്മുടെ ക്ലോയേക്കയിൽ ജോയിൻ ചെയ്യും. ആ ക്ലോയേക്കയുടെ അപ്പർച്ചർ ഓപ്പണിംഗ് ആണ് ഈ കാണുന്നത്. പിന്നെ അവിടെ ഒരു ലവ് ഷേപ്പിൽ അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പിൽ സാധനം നിങ്ങൾ കാണുന്നില്ലേ, അത് നമ്മുടെ യൂറിനറി ബ്ലാഡർ ആണ് കേട്ടോ. സോ ഇത്രയും ആയിരിക്കും ഇതിൽ അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കുന്നത്. സെയിം സ്ട്രക്ചർ ആണ് ഓൾമോസ്റ്റ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വരുന്നത്. പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് നമ്മുടെ ഓവറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ദിസ് ഈസ് ദി ഓവറി. ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഓവറി എന്ന് വിളിക്കുന്നത്. ആ ഓവറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവ. ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡക്റ്റ് എന്ന് പറയുന്നത് ഓവി ഡക്റ്റ് ആണ്. ഓവി ഡക്റ്റ് യൂറിനോ ജെനിറ്റൽ ഡക്റ്റ്, അതായത് യൂറിൻ കൊണ്ടുപോകുന്ന യുറീത്രയിൽ ജോയിൻ ചെയ്യില്ല, പകരം നേരെ വന്നിട്ട് എങ്ങോട്ട് ജോയിൻ ചെയ്യും? ക്ലോയേക്കയിൽ ജോയിൻ ചെയ്യും. സോ ദിസ് ഈസ് ദ ഡിഫറൻസ്. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ ആ ഫിഗറും കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ബയോമോളിക്യൂൾ, നമ്മുടെ പ്രോട്ടീനിന്റെ 4 ടൈപ്പ് സ്ട്രക്ചേഴ്സ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് പ്രോട്ടീന്റെ 4 ടൈപ്പ് സ്ട്രക്ചേഴ്സ്? പ്രൈമറി സ്ട്രക്ചർ, ഇതാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ സെക്കൻഡറി സ്ട്രക്ചർ. സെക്കൻഡറി സ്ട്രക്ചർ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ആൽഫ ഹെലിക്സ്, രണ്ടാമത്തത് ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ്. സോ 2 ടൈപ്പ് സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇതാണ് ടെർഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രൈമറി സ്ട്രക്ചർ ആണ് കറക്റ്റ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രൈമറി സ്ട്രക്ചറും സെക്കൻഡറി സ്ട്രക്ചറും 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ ടെർഷറിയും ക്വാട്ടർണറിയും 3 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് ആണ്. ഇതിൽ ബയോളജിക്കലി മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെർഷറി സ്ട്രക്ചേഴ്സ് ആണ്. കൂടുതൽ എൻസൈംസും കാണപ്പെടുന്നത് ടെർഷറി സ്ട്രക്ചറിലാണ്. ക്വാട്ടർണറി സ്ട്രക്ചറിന് എക്സാമ്പിൾ ചോദിച്ചാൽ മറക്കണ്ട, ഹീമോഗ്ലോബിൻ ആണ് ക്വാട്ടർണറി സ്ട്രക്ചറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് പ്രോട്ടീൻ. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചറൽ യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോണിന്റെ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നെഫ്രോണിന്റെ സ്ട്രക്ചറിൽ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് അഫറന്റ് ആർട്ടീരിയോൾ, അതായത് ബ്ലഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അഫറന്റ് ആർട്ടീരിയോൾ. ആ അഫറന്റ് ആർട്ടീരിയോൾ കൊണ്ടുവരുന്ന ബ്ലഡിനെ നമ്മൾ സ്ക്യൂസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതിനെ കളക്ട് ചെയ്യുന്നത് ഗ്ലോമർലെസ് ആണ്. ഈ അഫറന്റ് ആർട്ടീരിയോൾ വന്നിട്ട് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. അതിന്റെ പേരാണ് ഗ്ലോമർലെസ്. അതിൽ നിന്നാണ് നമ്മൾ സ്ക്യൂസ് ചെയ്യുന്നത്. ആ സ്ക്യൂസ് ചെയ്യുന്ന ബ്ലഡിന്റെ ഫിൽട്രേറ്റിനെ കളക്ട് ചെയ്യുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂൾ ആണ്. ഈ ബൊമാൻസ് ക്യാപ്സ്യൂൾ പിന്നീട് ട്യൂബുലാർ പാർട്ടായിട്ട് മാറും. ആ ഫസ്റ്റ് ട്യൂബുലാർ പാർട്ട് നമ്മൾ വിളിക്കുന്ന പേര് PCT അഥവാ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നാണ്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ പിന്നീട് ഒരു യു ഷേപ്ഡ് സ്ട്രക്ചർ, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയും ഹെയർ പിൻ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് മാറും. അതിന്റെ പേരാണ് ഹെല്ലീസ് ലൂപ്പ്. അത് ഡിസെൻഡിങ് ഹെല്ലീസ് ലൂപ്പും ഉണ്ട്, അസെൻഡിങ് ഹെല്ലീസ് ലൂപ്പും ഉണ്ട്. ആ ഹെല്ലീസ് ലൂപ്പ് കഴിഞ്ഞാൽ വീണ്ടും അതൊരു കോയിൽഡ് സ്ട്രക്ചർ ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ DCT അഥവാ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുന്നത്. അത് വന്ന് ജോയിൻ ചെയ്യുന്നത് കളക്ടിങ് ഡക്റ്റിലേക്കാണ്. ദെൻ അഫറന്റ് ആർട്ടീരിയോൾ ഗ്ലോമർലെസ് ആയതിനു ശേഷം അതിൽ നിന്ന് നമ്മൾ പിഴിഞ്ഞ് കുറെ ഫിൽട്രേറ്റ് എടുക്കും അല്ലെ. അത് കഴിഞ്ഞിട്ടുള്ള ബ്ലഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നത് എഫറന്റ് ആർട്ടീരിയോൾ ആണ്. പിന്നീട് ഈ എഫറന്റ് ആർട്ടീരിയോൾ കുറെ സാധനങ്ങൾ മിസ്സായതെല്ലാം തിരിച്ച് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹെല്ലീസ് ലൂപ്പിന് ചുറ്റും ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ വാസ റെക്റ്റ എന്ന് വിളിക്കുന്നത്. വാസ റെക്റ്റ എന്ത് ചെയ്യും? റീഅബ്സോർപ്ഷന് വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, സോ നെഫ്രോൺ അഥവാ നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റിന്റെ ഫിഗർ ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗർ. ഇതിന്റെ ആ തുടക്ക ഭാഗമുണ്ടല്ലോ, അതിന് നമുക്ക് പ്രത്യേകം ഫിഗർ തന്നെയുണ്ട്. ആ തുടക്കത്തിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ മാൽഫീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽസ് എന്ന് വിളിക്കുന്നത്. സോ ആ തുടക്കം അല്ലെങ്കിൽ മാൽഫീജിയൻ ബോഡിയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയാമോ? നമ്മുടെ അഫറന്റ് ആർട്ടീരിയോളും എഫറന്റ് ആർട്ടീരിയോളും ബൊമാൻസ് ക്യാപ്സ്യൂളും കൂടി ചേരുന്നതാണ് ഈ പറയുന്ന മാൽഫീജിയൻ ബോഡി എന്ന് പറയുന്നത്. ഇതാണ് ഗ്ലോമർലെസ്. ദിസ് ഈസ് ഗ്ലോമർലെസ്. ഓക്കെ, ദിസ് ഈസ് ഗ്ലോമർലെസ്. This is afferent arteriole, this is efferent arteriole. ഈ കപ്പ് പോലെ ഇരിക്കുന്നതാണ് എന്ന് പറയുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിഗറും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. നൗ നമ്മുടെ ഹാർട്ടിന്റെ ഫിഗർ. ഹാർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമുക്ക് ബ്ലഡ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വീനക്കേവയാണ് ഈ തന്നിരിക്കുന്നത്. ആ വീനക്കേവ പിന്നീട് സുപ്പീരിയർ വീനക്കേവ, ഇൻഫീരിയർ വീനക്കേവയുണ്ട്. അത് ബ്ലഡ് എങ്ങോട്ട് കൊടുക്കുന്നു? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊടുക്കുന്നു അല്ലെ. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. അവിടെ നമുക്കൊരു നോഡ് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കൂടുതലും ചോദിക്കുക ആ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതാണ് സൈനോ ഏട്രിയൽ നോഡ് അഥവാ SA നോഡ് എന്ന് പറയുന്നത്, നമ്മുടെ പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട്. അത് ഇവിടെയാണ് ഇരിക്കുന്നത്. മറക്കരുത്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ഇവിടെ തൊട്ട് താഴെയായിട്ടൊരു നോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ AV നോഡ് അഥവാ ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് അത് പിന്നീട് ബണ്ടിൽ ഓഫ് ഹിസ് ആയിട്ട് മാറുന്നു. ബണ്ടിൽ ഓഫ് ഹിസ് പിന്നീട് പെർക്കിൻജെ ഫൈബറുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് അങ്ങ് പോകും. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കണ്ട. ഇനി ഇതാണ് നമ്മുടെ ട്രൈക്കസ്പിഡ് വാൽവ്. ഇവിടെയാണ് ബൈക്കസ്പിഡ് വാൽവ് വരുന്നത്. ഈ വാൽവുകളുടെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയുള്ള കുറച്ച് ടെൻഡൻസ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് കോർഡേ ടെൻറ്റിനെ എന്നാണ് അതിനെ വിളിക്കുന്നത്. കോർഡേ ടെൻറ്റിനെ.
ക്ലിയർ ആണല്ലോ ഇത്? സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഹാർട്ട്. എല്ലാ ഭാഗവും അടയാളപ്പെടുത്താൻ ചോദിക്കില്ല. ഏറ്റവും വലിയ ആർട്ടറി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, വിച്ച് ഇസ് അയോട്ട. അതാണ് ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നത്. ദിസ് ഇസ് അയോട്ട, ദ ലാർജസ്റ്റ് ആർട്ടറി. അതാണ് അയോട്ട എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ ഹാർട്ടിന്റെ സ്ട്രക്ചർ. ഹാർട്ടിനെ പെരികാർഡിയം കൊണ്ടാണ് നമ്മൾ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത്, അത് മറക്കണ്ട കേട്ടോ. ഇനി ഹാർട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ ലങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ലങ്സിന്റെ ആൽവിയോളയുടെ സ്ട്രക്ചറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൽവിയോളയുടെ ആ എക്സ്ചേഞ്ച് സർഫസ് വെറും 3 ലെയേഴ്സിന്റെ തിക്നെസ്സിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 ലെയേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന് നമ്മുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണുന്ന നമ്മുടെ എപ്പിത്തീലിയം എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈ. ആൽവിയോളയുടെ സ്ക്വാമസ് എപ്പിത്തീലിയം ആണ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി ആൽവിയോളാർ എപ്പിത്തീലിയം. ആൽവിയോളാർ എപ്പിത്തീലിയം. അത് കഴിഞ്ഞാൽ ആൽവിയോളാർ എപ്പിത്തീലിയം കഴിഞ്ഞാൽ പിന്നെ നടുക്ക് കാണപ്പെടുന്നത് ബേസ്മെന്റ് സബ്സ്റ്റൻസ് ആണ്. ബേസ്മെന്റ് സബ്സ്റ്റൻസിന്റെയും താഴെയായിട്ട് നമ്മൾ കാണുന്നത് എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് കാപ്പിലറി ആണ്. ഈ 3 ലെയേഴ്സിന്റെ ഇടയിലൂടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പൊ ആ 3 ലെയറുകൾ ഏതൊക്കെയാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈ, നടുക്ക് കാണപ്പെടുന്നത് ബേസ്മെന്റ് സബ്സ്റ്റൻസ്, അടുത്ത ലെയർ ആയിട്ട് കാണപ്പെടുന്നത് ബ്ലഡ് കാപ്പിലറിയുടെ എൻഡോത്തീലിയം. ഈ 3 ലെയേഴ്സിലൂടെയാണ് എക്സ്ചേഞ്ച് നടക്കുന്നത് ത്രൂ എ പ്രോസസ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മറ്റൊരു ഫിഗർ. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ സാർക്കോമിയർ സ്ട്രക്ചർ, അതായത് നമ്മുടെ മസിലിന്റെ കോൺട്രാക്ടിങ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 2 ഇസഡ് ലൈനിന് ഇടയിലായിട്ട് കാണപ്പെടുന്ന യൂണിറ്റ് ഉണ്ട്. സോ ഇതാണ് 2 ഇസഡ് ലൈൻസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ 2 ഇസഡ് ലൈൻസ്. ഓക്കെ, ദിസ് ഈസ് ഫസ്റ്റ് ഇസഡ് ലൈൻ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് ഇസഡ് ലൈൻ. ആ 2 ഇസഡ് ലൈനിന്റെ ഇടയിലായിട്ട് കാണപ്പെടുന്ന ഏരിയനെയാണ് നമ്മൾ സാർക്കോമിയർ എന്ന് വിളിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ടിൻ മാത്രം കാണപ്പെടുന്ന ഒരു ഏരിയ നമുക്ക് കാണാം. ദിസ് ഈസ് ദി ആക്ടിൻ. ആക്ടിൻ മാത്രം കാണപ്പെടുന്ന ഏരിയനെയാണ് നമ്മൾ ഐ ബാൻഡ് എന്നും, അതിന് കറക്റ്റ് നമ്മുടെ മയോസിൻ മാത്രം കാണപ്പെടുന്ന, അതായത് മയോസിന്റെ ഫുൾ തിക്നെസ്, അതിനെയാണ് നമ്മൾ എ ബാൻഡ് എന്ന് വിളിക്കുന്നത്. എ ബാൻഡിന്റെ കറക്റ്റ് മയോസിൻ മാത്രമുള്ള റീജിയനെയാണ് എച്ച് സോൺ എന്ന് വിളിക്കുന്നത്. എച്ച് സോൺ എന്ന് വിളിക്കുന്നത്. സോ മറക്കണ്ട, ഈ ഒരു ഫിഗറും വളരെ ഇമ്പോർട്ടന്റ് ഫിഗർ ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് പറയാവുന്ന ഒരു ഫിഗറുമാണ് നമ്മുടെ ആക്ടിന്റെയും മയോസിന്റെയും സ്ട്രക്ചർ. ആക്ടിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ജി ആക്ടിൻ വിച്ച് ടുഗദർ ഫോംസ് എഫ് ആക്ടിൻ. അപ്പൊ എഫ് ആക്ടിൻ ആണ് നമുക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ അതിന് ചുറ്റും ഒരു കയറ് പോലൊരു യൂണിറ്റ് പോകുന്നുണ്ട്, ഒരു പ്രോട്ടീൻ പോകുന്നുണ്ട്. അതിന്റെ പേരാണ് ട്രോപ്പോമയോസിൻ. ഈ ട്രോപ്പോമയോസിനിലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 3 പ്രോട്ടീൻസ് കൊണ്ട് നമ്മളൊരു ആക്റ്റീവ് സൈറ്റിനെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. മുന്തിരിക്കൊല പോലെ ഇരിക്കുന്ന ഈ സാധനം, ഇതിന്റെ പേരാണ് ട്രോപ്പോണിൻ. ഈ ട്രോപ്പോണിൻ ആണ് ആക്റ്റീവ് സൈറ്റുകളെ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ മറക്കണ്ട, 3 എണ്ണമേ അടയാളപ്പെടുത്താൻ ചോദിക്കൂ. എഫ് ആക്ടിൻ, ദെൻ ട്രോപ്പോമയോസിൻ ആൻഡ് ട്രോപ്പോണിൻ. മറക്കില്ലല്ലോ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മയോസിന്റെ സ്ട്രക്ചറിലേക്ക് വരാം. പാമ്പ് പോലിരിക്കുന്ന സ്ട്രക്ചർ ആണ് അല്ലെ മയോസിന്റെ സ്ട്രക്ചർ. മയോസിന്റെ സ്ട്രക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ തലയും ആ കഴുത്തും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ക്രോസ് ആമെന്ന് വിളിക്കുന്നത്, വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹെവി മീറോ മയോസിൻ. ഓക്കെ, ദെൻ ഹെഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഹെഡ് റീജിയൻ. ഹെഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഈ മുകളിലായിട്ട് കാണപ്പെടുന്നതാണ് ആക്ടിൻ ബൈൻഡിങ് സൈറ്റും, സൈഡിലായി കാണപ്പെടുന്നതാണ് ATP ബൈൻഡിങ് സൈറ്റും. ഓക്കെ, മുകളിലായി കാണപ്പെടുന്നത് ആക്ടിൻ ബൈൻഡിങ് സൈറ്റും, സൈഡിലായി കാണപ്പെടുന്നത് ATP ബൈൻഡിങ് സൈറ്റുമാണ്. ഇനി ഇതാണ് നമ്മൾ ടെയിൽ എന്ന് പറയുന്നത്, വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലൈറ്റ് മീറോ മയോസിൻ LMM. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫിഗർ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫിഗറിലേക്ക് പോകാം. നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ വരുന്ന ഒരു ഫിഗർ ആണ് നമ്മുടെ റിബ് കേജിന്റെ അല്ലെങ്കിൽ റിബിന്റെ സ്ട്രക്ചർ. നമ്മുടെ റിബിന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ 3 ടൈപ്പ് റിബ്സ് ആണ് നമുക്കുള്ളത്. 1 മുതൽ 7 വരെ ഉള്ളതിനെയാണ് നമ്മൾ ട്രൂ റിബ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ 8ഉം 9ഉം 10നെയും നമ്മൾ വിളിക്കുന്ന പേര് ഫോൾസ് റിബ്സ് എന്നാണ്. ഇനി ബാക്കി 2 പേരുണ്ട്, 11ഉം 12ഉം. അവന്മാർ ഇങ്ങനെ എയറിൽ നിൽക്കുകയാണ്. സോ ദേ ആർ കോൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന്. ഓക്കെ മക്കളെ, ഇത്രയുമാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ്. അതായത് കഴിഞ്ഞ വർഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഫിഗറുകളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഫിഗേഴ്സ് നിങ്ങൾക്ക് നാളെ രാവിലെ മോർണിംഗ് ബൂസ്റ്റിൽ പറഞ്ഞു തരാം. അപ്പൊ എല്ലാവരും രാവിലത്തെ മോർണിംഗ് ബൂസ്റ്റിൽ വരണം, മറക്കരുത്. അപ്പൊ നമുക്ക് നാളെ കാണാം. അടിപൊളിയായിട്ട് പഠിക്കൂ, ഫുൾ മാർക്കും സ്കോർ ചെയ്യൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. Love you. Tada. Bye-bye.